Dear students, now we pass on to important theorems on coding theory. ഫസ്റ്റ് തിയറത്തിൽ എറർ ഡിറ്റക്ട് ചെയ്യുന്ന കാര്യവും സെക്കൻഡ് തിയറത്തിൽ എറർ കറക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ഇല്ലസ്ട്രേഷൻ നടത്തിയതിന് ശേഷം തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ഓക്കെ, കഴിഞ്ഞ സെക്ഷൻ എടുത്തതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് സെറ്റായിട്ട് B1 എടുക്കുന്നത് മെസ്സേജ് ആയിട്ട് എടുക്കുന്നത് B1 ആകുമ്പോൾ എലമെൻറ്റ്സ് ആകുമ്പോൾ 0 ഉം 1 0 ഉം 1 ബിലോങ്സ് ടു ഏതാണ്? B1 ആണ്. ഓർ ബി ബൈനറി കോഡുകൾ തന്നെയാണ് നമ്മളിവിടെ മെസ്സേജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിനകത്ത് 2 പാരിറ്റി ഡിജിറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് 0യെ നമ്മൾ 000 ആക്കി മാറ്റുന്നു. അതേപോലെ 1നെ 2 പാരിറ്റി ഡിജിറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് 111 എന്നാക്കി മാറ്റും. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം. ട്രാൻസ്ഫോർമേഷൻ എന്താണ് ഇവിടെ വരാൻ പോകുന്നത്? ഇപ്പോൾ B1ലെ മെസ്സേജിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ 000 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 000 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 111 ആകുമ്പോൾ അവിടെ ട്രാൻസ്ഫോർമേഷൻ B3യിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T എന്ന് പറയുന്നത് B1ൽ നിന്ന് B3യിലേക്കാണ്. B1ൽ നിന്ന് B3യിലേക്കാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത്. വിത്ത് T of 0 is equal to T of 0 എന്ന് പറയുന്നത് 000 ആൻഡ് T of 1 എന്ന് പറയുന്നത് 111. അപ്പോൾ T ഒരു 1-1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയി. സോ T is an 1-1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ B1 ഉം B3 നമ്മളൊന്ന് വരച്ചാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും നോക്കാം. B1 B3 B1ലെ എലമെന്റ് 0 ഉം 1 ഉം. B3യിൽ 8 എലമെന്റ് വരും. 000 111 കൂടാതെ 100 100 010 001 അതേപോലെ 110 101 011. ഇപ്പോൾ 8 എലമെൻറ്റുമായി. 8 എലമെൻറ്റും B3യിലെ എല്ലാ എലമെൻറ്റും കൂടെ വന്നു. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കോഡ് എന്ന് പറയുന്നത് T ഇമേജ് ഓഫ് B1 ആണ്. കോഡ് ഈസ് ഈക്വൽ ടു കോഡ് C ഈസ് ഈക്വൽ ടു T ഇമേജ് ഓഫ് B1 ആയിരിക്കും. ഈസ് ഈക്വൽ ടു ഹിയർ 000 ആൻഡ് 111. ഇത് രണ്ടുമാണ് കോഡ് വേർഡ്സ് എന്ന് പറയുന്നത്. 000 111 ആണ് അവിടെ കോഡ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വേർഡിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇപ്പോൾ 000 ആൻഡ് 111 ആർ ദി code words. Code words in C are 000 and 111. 2 കോഡ് വേർഡുകളെ അവിടെ ഉള്ളൂ. ഇപ്പോൾ 2 കോഡ് വേർഡ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് മിനിമം എടുക്കുമ്പോൾ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സപ്പോസ് 000ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന നമുക്ക് X കൊടുക്കാം. X ഈക്വൽ ടു 000 എന്നും ആൻഡ് Y ഈസ് ഈക്വൽ ടു 111 എന്നും എടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് ഹമ്മിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ X ആൻഡ് Y HXY ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. 3 ഡിജിറ്റ് ചേഞ്ച് അവിടെ വരുന്നുണ്ട്. 3 ഡിജിറ്റ് ചേഞ്ച് 0ൽ നിന്ന് 1ലേക്ക് പോകുമ്പോൾ 3 ഡിജിറ്റ് ചേഞ്ച് അവിടെ വരുന്നുണ്ട്. അവിടെ 2 കോഡ് മാത്രമേ ഉള്ളതുകൊണ്ട് 2 കോഡ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 3 തന്നെയായിരിക്കും. കാരണം 2 കൂടുതൽ കോഡ് വേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ 2 കൂടുതൽ ഡിസ്റ്റൻസ് അവിടെ വരത്തുള്ളൂ. ഇവിടെ ഒരു ഡിസ്റ്റൻസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് മാത്രം വരുന്നുള്ളത് ഇവിടെ മിനിമം എന്ന് പറയുന്നതും 3 തന്നെയായിരിക്കും. സോ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ് വേർഡ്സ് ഇൻ C എന്ന് പറയുന്നത് 3 ആണ്. കോഡ് വേർഡ്സ് ഇൻ C എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ HXY ഈസ് ഈക്വൽ ടു 3 ആണ് ഇവിടെ. സോ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോഡ് വേർഡ്സ് 3 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പറഞ്ഞാൽ നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ദ കോഡ് ക്യാൻ ഡിറ്റക്ട് എന്ന് പറയുന്നത് 3 - 1 = 2
അതുപോലെ നമ്പർ ഓഫ് എറേഴ്സ് ദ കോഡ് ക്യാൻ കറക്റ്റ് എന്ന് പറയുന്നത് 3 - 2 = 1 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് അവിടെ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ആ കോഡ്സ് അതിന് കറസ്പോണ്ടിങ് ഉള്ള എറേഴ്സ് ഏതൊക്കെ നോക്കാം. രണ്ട് രീതിയിലാണ് എറർ സംഭവിക്കുന്നത്. സിംഗിൾ എററും 2 എററും വരെ വരാം. ഫസ്റ്റ് സിംഗിൾ എറർ ഓഫ് 000. സിംഗിൾ എറർ ഓഫ് 000 എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും വരിക? 00യുടെ കേസിൽ 001 ആവാം, ലാസ്റ്റ് ഡിജിറ്റ് ചേഞ്ച് ആയി. അടുത്ത 010, അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് ചേഞ്ച് ആയി. അടുത്ത 100, അതാണ് 000 എന്നുള്ള കോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 1 എറർ എന്ന് പറയുന്നത്, സിംഗിൾ എറർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ സിംഗിൾ എറർ ഓഫ് 111 എന്ന് പറയുന്നത് 110 വരാം, തേർഡ് ഡിജിറ്റ് മാറി. അതുപോലെ 101 ആയപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് ചേഞ്ച് ആയി. ആൻഡ് മൂന്നാമത്തത് 011. അപ്പോൾ 3 എറർ പൊസിഷൻ, അവിടെ 3 പൊസിഷനിലും എറർ സംഭവിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് സിംഗിൾ എററിൻ്റെ കേസാണ്. ഇതേപോലെ തന്നെ 2 എറർ ഉണ്ട്, അത് നമുക്ക് നോക്കാം. 2 എറേഴ്സ് ഇൻ 000 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് 2 എറർ സംഭവിക്കുമ്പോൾ 2 പൊസിഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ 011 ആവും, അടുത്ത 101 ആവും, അടുത്തത് 110 ആവും. ഇത് മൂന്നുമാണ് 2 പൊസിഷൻ വീതം എറർ. അതായത് 011 വരുമ്പോൾ സെക്കൻഡും തേർഡും പൊസിഷനിൽ മെസ്സേജിൻ്റെ കോഡ് വേർഡിൻ്റെ സെക്കൻഡും തേർഡും പൊസിഷനിലെ ഡിജിറ്റ് മാറി. 101 ആയപ്പോൾ ഫസ്റ്റും തേർഡും പൊസിഷനിലെ ഡിജിറ്റ് മാറി. അതുപോലെ 110 ആയപ്പോൾ ഫസ്റ്റും സെക്കൻഡും പൊസിഷനിലെ ഡിജിറ്റ് ചേഞ്ച് ആയി. അപ്പോഴാണ് അവിടെ 2 എറർ വരുന്നത്. അതേപോലെ 2 എറർ ഓഫ് 111 എന്ന് പറയുന്നത് 100, 010 ആൻഡ് തേർഡ് 1 എന്ന് പറയുന്നത് 001. അപ്പോഴവിടെ സെക്കൻഡും തേർഡും പൊസിഷനിൽ ഡിജിറ്റ് മാറി. ഇവിടെ സെക്കൻഡും തേർഡ് 11 ആയിരുന്നു, ഇവിടെ 00 ആയപ്പോൾ അവിടെ എറർ സംഭവിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റും തേർഡും പൊസിഷൻ ഇവിടെ എറർ സംഭവിക്കുന്നു, ഇവിടെ ഫസ്റ്റും സെക്കൻഡും പൊസിഷൻ എറർ സംഭവിക്കും. ഇതാണ് 2 എറർ എന്ന് പറയുന്നത്. 3 എറർ അവിടെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം 3 എറർ ആയി കഴിയുമ്പം ഇത് വേറെ സിയിലെ മെസ്സേജ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കവിടെ 2 എറർ വരെ നമുക്ക് കോഡിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂന്നാമതൊരു എറർ നമ്മൾ ഇപ്പം 3 എറർ വരണമെന്നുണ്ടെങ്കിൽ 000 എന്ന് പറയുന്നത് 111 ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ അത് സിയിലെ എലമെൻ്റ് ആയിട്ട് മാറും. അപ്പം നമുക്ക് ആ കോഡിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ തിയറത്തിൽ പറയുന്ന കാര്യം. അപ്പം 1 എററും 2 എററും വരെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി. 1 എററും 2 എററും വരെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്മുടെ B3-യിലെ എറർ സംഭവിക്കുമ്പോൾ വരുന്നത് 1 എറർ വരുമ്പോൾ ഇവിടെ 000 എന്നുള്ളത് 100യും 010യും 001 ആണ് വരുന്നത്. അതും B3-യിലെ എലമെൻ്റ് തന്നെയാണ്, പക്ഷേ അത് സിയിലെ എലമെൻ്റ് അല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. സിയിലെ എലമെൻറ്റ് 000യും 111 ആണ്. അപ്പോൾ ട്രാൻസ്മിഷനകത്താണ് എറർ സംഭവിക്കുന്നത്. അങ്ങനെ എറർ സംഭവിക്കുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ് സിയിലെ എലമെൻ്റ് ആയിരിക്കില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അതുപോലെ 111-ന് എറർ സംഭവിച്ചപ്പോഴും 110യും 011ഉം 010യാണ് വന്നിരിക്കുന്നത്. അതും B3-യിലെ എലമെൻ്റ് ആണ്, പക്ഷേ സിയിലെ എലമെൻ്റ് അല്ല. അപ്പോൾ എറർ സംഭവിക്കുമ്പോൾ കിട്ടുന്ന വേർഡ് എന്ന് പറയുന്നത് സിയിലെ കോഡ് വേർഡ് ആയിരിക്കില്ല. അതാണ് അതിൻ്റെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ എററാണ് സംഭവിക്കുന്നത്. അതായത് 3 എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 000 എന്നുള്ളത് 111 ആയിട്ട് മാറും. അന്നേരം സിയിലെ ഒരു എലമെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ കോഡിൽ അത് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മെസ്സേജ് വേറെ പുതിയ മെസ്സേജ്, അതായത് സിയിലെ തന്നെ ഒരു കോഡ് വേർഡായിട്ട് അങ്ങ് മാറിക്കഴിയാണ് എറർ സംഭവിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ എറർ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാവുന്ന അറ്റ്മോസ്റ്റ് 2 എറേഴ്സാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 000ക്ക് 1 എറർ സംഭവിക്കുമ്പോൾ ഇത് വരും, 000ക്ക് 2 എറർ സംഭവിച്ചാൽ ഇത് വരും. അതുപോലെ 111-ന് 1 എറർ സംഭവിക്കുമ്പോൾ ഈ എലമെൻറ്റ്സ് കിട്ടും. 111-ന് 2 എറർ സംഭവിക്കുമ്പോൾ ഈ എലമെൻറ്റ്സ് കിട്ടും. ആ എലമെൻറ്റ്സ് എല്ലാം B3-യിലെ എലമെൻറ്റ്സ് തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത.
കാരണം B1 നിന്ന് B3 നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. അപ്പോൾ എറർ സംഭവിക്കുമ്പോൾ കിട്ടുന്ന വേർഡ്സ് എന്ന് പറയുന്നത്, അന്ന് കിട്ടുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് B3, അതായത് B3 എലമെന്റ്, ഇവിടെ B3 മാപ്പിംഗ് വരുന്നത്. അതുകൊണ്ട് B3 തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ അതവിടെ കാണത്തില്ല, സിയിൽ കാണത്തില്ല. സിയിൽ വന്നു കഴിഞ്ഞാൽ ആ എറർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സിയിൽ എലമെൻ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 3 എറർ സംഭവിക്കുന്ന കേസിൽ നമുക്ക് അത് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് സിയിലെ ഒരു എലമെൻ്റായിട്ട് തന്നെ മാറും. അപ്പോൾ സിയിലെ എലമെൻ്റ് അല്ലാതെ വരുമ്പോൾ മാത്രമേ നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് സിംഗിൾ എറർ ഡിറ്റക്ട് ചെയ്യാം, അതുപോലെ 2 എററും ഡിറ്റക്ട് ചെയ്യാം. ഇനി എത്ര എറർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഈക്വൽ ടു 2 ആണ്. ആൻഡ് 2 ഈസ് ഈക്വൽ ടു 3 - 1 ആണ്. 3 - 1 ആണ്. 3 ആണ് മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്പർ ഓഫ് എറേഴ്സ് കറക്റ്റ് ചെയ്യുന്ന എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 000 എന്നുള്ള കോഡിന്, ട്രാൻസ്ഫോംഡ് കോഡ് വേർഡിന് ഒരു എറർ സംഭവിച്ചപ്പോഴാണ് 001-ഉം 100-ഉം 110 ആവുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഈ 1 എററാണ്. ആ 1നെ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഡിജിറ്റ് മാറ്റിയാൽ മതി. ഒരു ഡിജിറ്റ് മാറ്റി. അപ്പോൾ 1 എറർ ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു എറർ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ, ഈ 1 എന്നുള്ള ഡിജിറ്റിന് കറസ്പോണ്ട് ചെയ്യുന്ന എറർ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ മെസ്സേജ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഈ 111ന്റെ കേസിലും നമ്മുടെ മെസ്സേജ് 1 ആണ്, ട്രാൻസ്ഫോം ചെയ്തപ്പോഴാണ് 111 ആയിട്ട് മാറുന്നത്. ആ 111ന് കറസ്പോണ്ടിങ് ആയിട്ട് എറർ സംഭവിച്ചപ്പോൾ ഇവിടെ 0 വന്നപ്പോൾ എററായി, ഇവിടെ 0 വന്നപ്പോൾ എററായി, അതുപോലെ ഇവിടെയും 0 വന്നപ്പോൾ എററായി. ഇവിടെ നമ്മൾ 0 എന്നുള്ളതിനെ കറക്റ്റ് ചെയ്താൽ അത് ഒറിജിനൽ ട്രാൻസ്ഫോർമേഷൻ കോഡിലേക്ക് മാറും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മെസ്സേജ് 1 എന്ന് പറയുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ ഒരു കറക്ഷൻ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു കറക്ഷൻ കൊണ്ട് ഈ 2 കേസിലും നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാം. സിംഗിൾ എറർ ആണ് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു എറർ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം പരമാവധി ഡിറ്റക്ട് ചെയ്യാവുന്ന എറർ 2 ആണ്. അതിൽ സിംഗിൾ എററിൻ്റെ കേസിൽ നമുക്ക് മെസ്സേജിനെ കറക്റ്റ് ചെയ്യാം, ഒറ്റ കറക്ഷൻ മതി. ഇനി 2 എറർ വന്നേക്കുന്ന കേസിൽ ഇവിടെ 000 എന്നുള്ളത് എത്രയാണ്? 111 ആണ്. പാരറ്റി ഇവിടെ കറക്ഷൻ വന്നിരിക്കുന്നത് 111 ആണ്. അതുപോലെ തന്നെ 01 എന്ന് പറയുന്നത് കറക്ഷൻ വന്നിരിക്കുകയാണ്. അത് 10 കറക്ഷനാണ് അവിടെ. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് വീതം ഇങ്ങനെ വന്നേക്കുന്നുണ്ട്. സിംഗിൾ കറക്ഷൻ വരുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇത് 111 ആയിട്ട് മാറും. 111 ആയിട്ട് മാറുമ്പോൾ അടുത്ത മെസ്സേജ് ആവും. നമ്മുടെ ഒറിജിനൽ മെസ്സേജ് നമുക്ക് എന്ന് വെച്ചാൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 എറർ വന്നു കഴിഞ്ഞാൽ ഒരു കറക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ്, അതായത് മെസ്സേജ് വേറൊരു മെസ്സേജായിട്ട് മാറുകയാണ്. 000 എന്നുള്ള മെസ്സേജിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 0 ആണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്, അത് 111 ആയിട്ട് മാറും. അപ്പോൾ അതുപോലെ തന്നെ 111ന്റെ കേസിലെ 2 എററിനകത്ത് നമുക്ക് ഇവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന 1 ആണ്. ആ 1നെ 0 മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് 000 എന്നുള്ള മെസ്സേജായിട്ട് മാറും. അപ്പോൾ അവിടെയും 2 എറർ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം, പക്ഷേ ഒരു എററെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? ഒരു എറർ സംഭവിക്കുന്നതേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാം, പക്ഷേ എറർ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വേറൊരു മെസ്സേജിലേക്ക് മാറും. മെസ്സേജിന് മാറ്റമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 0 മാത്രം കറക്റ്റ് ചെയ്യുമ്പോൾ മീൻസ് 0 കറക്റ്റ് ചെയ്ത് 1 ആക്കി മാറ്റി കഴിയുമ്പോൾ ഇവിടെ 111 എന്നുള്ള മെസ്സേജിലോട്ട് പോകും. അതുപോലെ 1 കറക്റ്റ് ചെയ്ത് ഇവിടെ 0 ആക്കി കഴിയുമ്പോൾ 000 എന്നുള്ള മെസ്സേജിലോട്ട് പോകും. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വിഷയം വരുന്നത്. അതുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാവുന്ന എറർ 2 ആണ്, കറക്റ്റ് ചെയ്യാവുന്ന എറർ എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലാകുന്നത്? സോ നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ് ഈക്വൽ ടു 1 ആണ്, ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ കെ സെലക്ട് ചെയ്യുന്ന എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ തീറത്തിനകത്ത് നമ്മൾ പറയുന്ന തീറത്തിലെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ് ടു കെ എറേഴ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യാണ്ട് മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് ഓഫ് ദി കോഡ് വേർഡ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് K+1 ആയിരിക്കും. അറ്റ്ലീസ്റ്റ് K+1 ആയിരിക്കും. ഇവിടെ ഹമ്മിങ് ഡിസ്റ്റൻസ് 3 ആയപ്പോൾ K = 2 ആയിട്ട് എടുക്കണം. K = 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാം. 2 എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് തിയറമായിട്ട് ബന്ധപ്പെട്ട ഈ വരുന്ന എക്സാമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയാം. മനസ്സിലാകുമല്ലോ? ഈ എക്സാമ്പിൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തിയറത്തിൻ്റെ പ്രൂഫ് എഴുതാൻ പറ്റും.
തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എ കോഡ് ക്യാൻ ഡിറ്റക്ട് അപ് ടു k errors if and only if the minimum distance between any two code words is at least k plus 1. Minimum distance between any two code word is at least k plus 1. അതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇത് പ്രൂവ് ദാറ്റ് എന്നുള്ള മെത്തേഡിലാണ് എനിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പേരുള്ള തിയറം അല്ലാത്തതുകൊണ്ട് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഫോമിലായിരിക്കും ഇത് റൈസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൂഫ് നോക്കാം. നമുക്കൊരു കോഡ് സി നൽകാം. ലെറ്റ് സി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ ഈ സെറ്റ് എക്സെട്ര ബി എ കോഡ്. ഇപ്പോൾ കോഡിലെ കോഡ് വേർഡ്സ് ആണ് എക്സ് വൈ എക്സെട്ര എക്സെട്ര എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ സിക്ക് കറസ്പോണ്ടിങ് ട്രാൻസ്ഫോർമേഷൻ വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് നമ്മൾ നോക്കും. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ സെഡ് എടുക്കും. അപ്പോൾ എല്ലാ ഡിസ്റ്റൻസും പരിഗണിച്ചിട്ട് അതിൽ ഏറ്റവും ലോവസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ആ മിനിമം ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആ മിനിമം ഡിസ്റ്റൻസ് k+1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ് ടു k എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് k+1 ഈക്വൽ ടു മിനിമം ഓഫ് hxy such that xy belongs to C, means set of all xy belongs to C. എല്ലാ xyയും പരിഗണിക്കുമ്പോൾ മിനിമം ഓഫ് hxy such that xy belongs to C എന്ന് പറയുന്നതാണ് നമ്മൾ k+1 എന്ന് പറയുന്നത്. അത് k+1 ആണെങ്കിൽ that implies k+1 digit changes convert a code word in C to another code word in C. അതാണ് നമ്മൾ തിയറത്തിൽ നേരത്തെ എക്സാമ്പിൾ കണ്ടത്. എന്നിട്ട് നോക്കിയേ, k+1 equal to minimum of hxy such that xy belongs to C and C is equal to set xy z etc. xy z etc are കാണുന്നത് കോഡ് വേർഡ്സ് ഇൻ C. സിയിലെ കോഡ് വേർഡ്സ് ആണ്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് ചാനലിലേക്ക് വരുമ്പോൾ ട്രാൻസ്മിഷനിൽ എറർ സംഭവിച്ചാൽ ഈ എക്സും വൈ ഇസഡും എല്ലാം ചേഞ്ച് ആവും. എക്സും വൈ ഇസഡും എല്ലാം ചേഞ്ച് ആവും. അവിടെ ബിറ്റ് ചേഞ്ച് സംഭവിക്കും. അങ്ങനെ ബിറ്റ് ചേഞ്ച് സംഭവിക്കുമ്പോൾ നമുക്ക് സിയിൽ വരാത്ത എലമെന്റ്സ് ഉണ്ടാവും, സിയിൽ വരുന്ന എലമെന്റ് ഉണ്ടാവും. അപ്പോൾ k+1 ബിറ്റ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എലമെന്റ് സിയിലെ എലമെന്റ് തന്നെ ആയിരിക്കും. അതായത് k+1 അതിൽ കൂടുതലോ ബിറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ സപ്പോസ് എക്സ് ആണ് എലമെന്റ് എങ്കിൽ എക്സിന് k+1 ബിറ്റ് ചേഞ്ച് സംഭവിച്ചാൽ അത് വൈയോ ഇസഡോ അതിൽ സിയിലെ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിട്ട് മാറും. അതാണ് വഴി k+1 ഡിജിറ്റ് ചേഞ്ചസ് ഓർ ബിറ്റ് ചേഞ്ചസ് ഓർ എറേഴ്സ്, എറർ കറക്ഷൻ. ബിറ്റ് ചേഞ്ചസ് മീൻസ് അവിടെ എറർ കറക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. കൺവേർട്ട് എ കോഡ് വേർഡ് ഇൻ സി ഇൻടു ഓർ ടു അനദർ കോഡ് വേർഡ് ഇൻ സി. ഒരു കോഡ് വേർഡിനെ അടുത്ത കോഡ് വേർഡായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആൻഡ് ദിസ് ഇംപ്ലൈസ് അറ്റ് ദ മോസ്റ്റ് k bit changes convert a code word in C to a code word which lies outside C. അതാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിലും കണ്ടത്. 000 എന്നുള്ളതും 111 എന്നുള്ളതായിരുന്നു അവിടെ കോഡ് വേർഡ് എന്ന് പറയുന്നത്. അതിന് ഒരു എറർ സംഭവിക്കുമ്പോൾ 000 എന്നുള്ളത് 001ഉം പിന്നെ 010യും 100 ആയി. അത് മൂന്നും സിയിലില്ല, പക്ഷേ B3യിലുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ സിക്ക് ഔട്ട് സൈഡിലായിരിക്കും എന്നുള്ള വിഷയമാണ് അവിടെ കാണിക്കുക. അപ്പോൾ k+1 ഡിജിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സിയിലെ ഒരു കോഡ് വേർഡിനെ സിയിലെ തന്നെ മറ്റൊരു കോഡ് വേർഡായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ k+1 കുറവുള്ള, അതായത് അപ് ടു k ബിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ cannot convert a code word in C into a code word which lies outside C. into a word എന്ന് എഴുതുന്നതായിരിക്കും എന്നുള്ളത് നല്ലത്. കോഡ് വേർഡ് എന്ന് പറയുമ്പോൾ കോഡ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. into a word which lies outside C. അപ്പോൾ സിക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന പരമാവധി ബിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. സോ ദിസ് ഇംപ്ലൈസ് കോഡ് ക്യാൻ ഡിറ്റക്ട് അപ് ടു k errors. ഇത് നമുക്ക് തിരിച്ച് അപ്ലൈ ചെയ്യാം. കോഡ് ക്യാൻ ഡിറ്റക്ട് അപ് ടു k errors implies what? Up to k errors implies at the most k bit changes convert a code word in C into a code word which lies outside C. Code can detect up to k errors implies
at most k bit changes convert a code word in C into a word which lies outside C or which is not in C. And that implies k plus 1 bit changes convert a code word in C into a code word in C. Convert a code word in C to a code word in C. So the code C can detect up to k errors or up to k bit changes. K bit change വരെ സിക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കെയിൽ കൂടുതൽ ബിറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് സിയിൽ തന്നെ മറ്റൊരു വേർഡായിട്ട് മാറും. അപ്പോൾ അതിനെ കോഡിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. എറർ കറക്ഷൻ ഇമ്പോസിബിൾ ആവും. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഈ തിയറം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് രണ്ടാമത്തെ തിയറത്തിലേക്ക് വരാം. രണ്ടാമത്തെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. എ കോഡ് ക്യാൻ കറക്റ്റ് എ സെറ്റ് ഓഫ് അറ്റ് ദ മോസ്റ്റ് k errors if and only if the minimum distance between any two code words is at least 2k plus 1. അപ്പോൾ സിയിൽ കോഡ് വേർഡ്സ് ഉണ്ടായിരിക്കും. ആ കോഡ് വേർഡ്സിനാണ് എറർ സംഭവിക്കുന്നതും ആ കോഡ് വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോഡ് വേർഡ്സ് ഈസ് അറ്റ്ലീസ്റ്റ് 2k plus 1 വരുന്നത്. അപ്പോൾ സി ബി ദ കോഡ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പാർട്ട് അസ്യൂം ചെയ്തുകൊണ്ട് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യും. അതുപോലെ സെക്കൻഡ് പാർട്ട് അസ്യൂം ചെയ്തുകൊണ്ട് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യും. ഇഫ് പാർട്ട് എന്നും ഉള്ളി ഇഫ് പാർട്ട് എന്നുമാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കോഡ് ക്യാൻ കറക്റ്റ് എ സെറ്റ് ഓഫ് അറ്റ് ദ മോസ്റ്റ് k errors. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് വി പ്രൂവ് ദാറ്റ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോഡ് വേർഡ്സ് ഈസ് അറ്റ്ലീസ്റ്റ് 2k plus 1. അത് നമ്മൾ പ്രൂവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ അസ്യൂം ദാറ്റ് the code can correct means C can correct at the most k errors. This implies C can detect at the most k errors or more. പരമാവധി k errors അതിൽ കൂടുതൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഓർ മോർ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തത്. ഈ അറ്റ് ദ മോസ്റ്റ് k errors കൂടെ പ്രയോഗിച്ചുകൊണ്ടാണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് h of xy greater than or equal to k plus 1 for all xy belongs to C. സിയിലെ എല്ലാ xyക്കും കറസ്പോണ്ടിങ് ആയിട്ട് h of xy greater than or equal to k plus 1 ആയിരിക്കും. കാരണം k errors കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് തിയറം 1 നമുക്ക് കിട്ടുന്നതാണ്. ഫ്രം തിയറം 1 ആണത്. ഫ്രം തിയറം 1. സോ h of xy greater than or equal to k plus 1 for all xy belongs to C. അപ്പോൾ അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. റിസൾട്ട് 1 എന്ന് വിളിക്കാം. നമുക്കിവിടെ തെളിയിക്കേണ്ടത് we have to prove that the minimum distance between any two code words in C is at least k plus 1. To prove that minimum of hxy such that xy belongs to C greater than or equal to 2k plus 1. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. മിനിമം ഓഫ് hxy such that xy belongs to C greater than or equal to 2k plus 1. അത് നമുക്ക് തെളിയിക്കാനുള്ളത്. നമ്മൾ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ കൊണ്ടുവന്നിട്ടാണ് പ്രൂഫ് അവസാനിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഫ് പോസിബിൾ അസ്യൂം ദാറ്റ് there exists x, y in C such that h of xy less than 2k plus 1. h of xy greater than 2k plus 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് സാധ്യമെങ്കിൽ അവിടെ 2 x ഉം y ഉണ്ട് സിക്കകത്ത് വിത്ത്. ഇവിടെ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ജനറലായിട്ട് എല്ലാ കോഡ് വേർഡ്സിനെയും ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ടാണ്. ഇവിടെ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 പർട്ടിക്കുലർ കോഡ് വേർഡിനെ പ്രസന്റ് ചെയ്യാനായിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ എക്സ് വൈക്ക് വരെ യു വി കൊടുക്കാം. അത് ഡസൻ മാറ്റർ. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് ഇങ്ങനെ എഴുതിയാലും മതി, അവിടെ യു വി കൊടുത്താലും മതി, വേറെ ഏത് ലെറ്റർ കൊടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. അത് പ്രശ്നമല്ല. ഇവിടെ 2 പർട്ടിക്കുലർ എക്സ് വൈ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇഫ് പോസിബിൾ ദെയർ എക്സിസ്റ്റ്
എക്സ് വൈ ഇൻ സി, ദാറ്റ് മീൻസ് രണ്ട് കോഡ് വേർഡ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് വൈ ലെസ് ദാൻ 2k + 1. അതാണ് നമ്മളവിടെ എടുക്കുന്നത്. എച്ച് ഓഫ് എക്സ് വൈ ലെസ് ദാൻ 2k + 1 ആയിട്ട് വരത്തക്ക രൂപത്തിൽ രണ്ട് കോഡ് വേർഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ദിസ് ഇംപ്ലൈസ് k belongs to set of integers and h of xy less than or equal to 2k എന്ന് എഴുതാം. h of xy less than or equal to 2k. അതിനെ നമ്മൾ ഇക്വേഷൻ, ഇവിടെ റിസൾട്ട് ഇൻ ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ സൈൻ വരുന്നതിനാണ്. ഇത് നമ്മൾ റിസൾട്ട് 2 എടുക്കുന്നു. റിസൾട്ട് 2 മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നും രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്താൽ ഫ്രം 1 and 2 we get k + 1 less than or equal to h of xy less than or equal to 2k എന്ന് കിട്ടും. അത് റിസൾട്ട് നമ്മൾ 3 ആയിട്ട് എടുക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 3 പോയിൻ്റേ പറഞ്ഞോളൂ. നമ്മൾ ഏതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? സി ക്യാൻ കറക്റ്റ് അറ്റ് ദ മോസ്റ്റ് k എറേഴ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് സി ക്യാൻ കറക്റ്റ് അറ്റ് ദ മോസ്റ്റ് k എറേഴ്സ് ആണെങ്കിൽ അവിടെ സി ക്യാൻ ഡിറ്റക്റ്റ് k എറേഴ്സ് ഓർ മോർ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് h of xy ഗ്രേറ്റർ ദാൻ ഈക്വൽ k + 1 ഫോർ ആൾ xy ബിലോങ്സ് ടു സി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് h of xy ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2k + 1 ആണ്. h of xy ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2k + 1 എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യുന്നത് നമ്മൾ h of xy ലെസ് ദാൻ 2k + 1 ആയിട്ടുള്ള രണ്ട് എക്സും വൈയും സിയിലുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ h of xy ലെസ് ദാൻ 2k + 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് k ഇൻറ്റിജർ ആയതുകൊണ്ട് h of xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k + 1 2k എന്ന് നമുക്ക് എഴുതാം. h of xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k. അവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. k + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു h of xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2k എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് നമ്മളൊരു വേർഡ് ചൂസ് ചെയ്യുന്നു. ലെറ്റ് എക്സ് ഡാഷ് ബി എ വേർഡ്. അത് കോഡമൈനിൽ കാണും, പക്ഷേ സി കാണത്തില്ല. എക്സ് ഡാഷ് ഡസ് നോട്ട് ബിലോങ്സ് ടു സി ആയിരിക്കും. സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് കോമ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു കെ ആൻഡ് എക്സ് ഡാഷ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം എക്സ് ആൻഡ് വൈ. എച്ച് ഡാഷ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു ഡിജിറ്റെങ്കിലും എക്സിൽ നിന്നും വൈ നിന്നും വ്യത്യാസമായിട്ട്, എക്സിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ഡിജിറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ വൈ നിന്ന് വ്യത്യാസമായിട്ടൊരു ഡിജിറ്റെങ്കിലും എക്സ് ഡാഷിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഡാഷ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം എക്സ് ആൻഡ് വൈ ആൻഡ് എക്സ് ഡാഷ് എച്ച് ഓഫ് എക്സ് ഡാഷ് എക്സ് ഈക്വൽ ടു കെയും ആണ്. എച്ച് ഓഫ് എക്സ് ഡാഷ് എക്സ് ഈക്വൽ ടു കെ. അപ്പോൾ എച്ചും എച്ച് ഓഫ് എക്സ് വൈയും എക്സ് എക്സ് ഡാഷും എല്ലാം ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ആണ് അവിടെ എച്ച് എന്ന് പറയുന്നത്. എച്ച് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാം. എല്ലാ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 പോയിന്റ്സ് ഉണ്ട്, എക്സ് വൈ എക്സ് ഡാഷ്. അപ്പോൾ അതിന് കറസ്പോണ്ട് ചെയ്യാൻ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ വി ഹാവ് എച്ച് എക്സ് എക്സ് ഡാഷ് പ്ലസ് എച്ച് എക്സ് ഡാഷ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എക്സ് വൈ. ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് സം ഓഫ് എനി 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്. അതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? എച്ച് ഓഫ് എക്സ് എക്സ് ഡാഷ് പ്ലസ് എച്ച് എക്സ് ഡാഷ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് എക്സ് വൈ. ഈക്വൽ ടു ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആവും. അല്ലാത്ത കേസിലെല്ലാം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ട്രയാങ്കിൾ പ്യൂർലി ട്രയാങ്കിൾ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എച്ച് എക്സ് ഡാഷ് എച്ച് എക്സ് എക്സ് ഡാഷ് പ്ലസ് എച്ച് എക്സ് ഡാഷ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് എക്സ് വൈ എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന ഇവിടെ നമുക്ക് എച്ച് എക്സ് എക്സ് ഡാഷ് ഈക്വൽ ടു കെ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് കെ പ്ലസ് എച്ച് എക്സ് ഡാഷ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് വൈ. ഇനി മാക്സിമം ഓഫ് എച്ച് എക്സ് വൈ എന്ന് പറയുന്നത് 2k ആണ്. മാക്സിമം ഓഫ് എച്ച് എക്സ് വൈ ഈസ് 2k. therefore മാക്സിമം 2k ആയതുകൊണ്ട് ഇവിടെ k കഴിഞ്ഞാൽ ബാക്കി ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആയെങ്കിൽ മാത്രമേ ഇവിടെ k പ്ലസ് എ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2k എന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? therefore എച്ച് എക്സ് ഡാഷ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k
and that implies the code C can detect at the most k minus 1 errors by theorem 1. തിയറം 1 വെച്ചിട്ട് സിക്ക് ഡിക്റ്റേറ്റ് ചെയ്യാവുന്ന പരമാവധി എറേഴ്സ് എന്ന് പറയുന്നത് k മൈനസ് 1 ആണ്. അപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യാവുന്ന എറേഴ്സിനേക്കാൾ കുറവായിരിക്കും കറക്റ്റ് ആവുന്ന എറേഴ്സ്. സോ വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് സി ക്യാൻ കറക്റ്റ് അറ്റ് ദ മോസ്റ്റ് കെ എറേഴ്സ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന തിയറം 1 വെച്ച് സി ക്യാൻ ഡിക്റ്റേറ്റ് അറ്റ് ദ മോസ്റ്റ് k മൈനസ് 1 എറേഴ്സ് ആണ്. അറ്റ് ദ മോസ്റ്റ് k മൈനസ് 1 എറേഴ്സ് ആണ്. അത് k മൈനസ് 1 എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതികുറവായിരിക്കും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എറേഴ്സ്. അപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന എറേഴ്സിന് കൂടുതൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് സി ക്യാൻ കറക്റ്റ് അറ്റ് ദ മോസ്റ്റ് k എറേഴ്സ് ആണ്. അപ്പോൾ സി ക്യാൻ കറക്റ്റ് അറ്റ് ദ മോസ്റ്റ് k എറേഴ്സ് എന്ന് പറഞ്ഞാൽ സി ക്യാൻ ഡിറ്റക്ട് k എറേഴ്സ് ഓർ മോർ ആണ് അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ സി ക്യാൻ ഡിറ്റക്ട് അറ്റ് ദ മോസ്റ്റ് k എറേഴ്സ് ആണ്. അപ്പോൾ അറ്റ് ദ മോസ്റ്റ് k എറേഴ്സ് കറക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്താലും അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ദെയർഫോർ minimum of hxy such that xy belongs to the code greater than or equal to 2k plus 1. അതാണ് ഒരു പാർട്ടിൻ്റെ പ്രൂഫ്. ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൻ്റെ പ്രൂഫിന് വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നത് എച്ച് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് 1 ഫോർ ആൾ എക്സ് വൈ ബിലോങ്സ് ടു സി. സിയിലുള്ള എല്ലാ കോഡ് വേർഡുകളെ സംബന്ധിച്ചിടത്തോളം എച്ച് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2k plus 1 നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദ കോഡ് സി ക്യാൻ കറക്റ്റ് അറ്റ് ദ മോസ്റ്റ് k എറേഴ്സ്. ഇവിടെ നമുക്ക് സിയിലെ ഒരു വേർഡാണ് അയക്കുന്നത്, സെൻഡ് ചെയ്യുന്നത്, അത് എറോണിയസ് ആയിട്ട് റിസീവ് ചെയ്യുന്നത്. ഏത് എക്സ്റ്റെൻറ്റ് വരെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ പാർട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അയക്കുന്ന ഒരു വേർഡ് എക്സ് എന്നും അത് റിസീവ് ചെയ്യുന്ന വേർഡ് എക്സ് ഡാഷ് എന്ന് എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k എന്ന് അസ്യൂം ചെയ്യാം. സോ അസ്യൂം ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി, we send CNT the word x dash was received erroneously and h of xx dash ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ സിയിലെ എക്സ് എന്നുള്ള കോഡാണ് സെൻഡ് ചെയ്യുന്നത്, അത് എക്സ് ഡാഷ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്, എറോണിയസ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അതുപോലെ മാക്സിമം ബിറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. അതിനുണ്ടാകാവുന്ന ബിറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബിറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. ഇത്രയും നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിയിൽ തന്നെ മറ്റൊരു കോഡ് എടുക്കുന്നത് ലെറ്റ് y belongs to C, then h of xx dash plus h of x dash y greater than or equal to hxy. That is h of xx dash plus h of x dash y greater than or equal to h of xy is greater than or equal to 2k plus 1 ആയതുകൊണ്ട് greater than or equal to 2k plus 1. അത് ട്രയാങ്കിൾ ഇനിക്വാലിറ്റി ഇവിടെ അപ്ലൈ ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു സി ആണ്. അതുപോലെ എക്സ് ഡാഷ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന വേർഡാണ്. അത് സിയിൽ ആയിരിക്കില്ല. എക്സ് ഡാഷ് ഡസ് നോട്ട് ബിലോങ്സ് ടു സി ആയിരിക്കും. എക്സ് ഡാഷ് ഡസ് നോട്ട് ബിലോങ്സ് ടു സി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എറോണിയസ് വേർഡാണ്. അതുകൊണ്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് സിയിൽ കാണത്തില്ല. അപ്പോൾ എച്ച് എക്സ് ഡാഷ് ഇപ്പോൾ കറസ്പോണ്ടിങ് ഉണ്ട്. നമ്മൾ എച്ച് എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു k എന്നിവിടെ അവിടെ അസ്യൂം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ y ബിലോങ്സ് ടു സി എടുത്താൽ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് എച്ച് എക്സ് ഡാഷ് പ്ലസ് എച്ച് എക്സ് ഡാഷ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2k plus 1 എന്ന് കിട്ടും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2k plus 1. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോഴേ ഇവിടെ നമുക്ക് എച്ച് എക്സ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആയതുകൊണ്ട് h xx dash less than or equal to k implies h x dash y greater than or equal to k plus 1.
എച്ച് എക്സ് എക്സ് ഡാഷ് ഈക്വൽ ടു കെ ആകുമ്പം എച്ച് എക്സ് ഡാഷ് വൈ എന്ന് പറയുന്ന കെ പ്ലസ് ഉണ്ടായെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താകത്തുള്ളൂ കെ പ്ലസ് 2k പ്ലസ് ഉണ്ടാകത്തുള്ളൂ. സോ എച്ച് എക്സ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇംപ്ലൈസ് എച്ച് എക്സ് ഡാഷ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ്. ദിസ് ഇംപ്ലൈസ് എക്സ് ഈസ് ദി നിയറസ്റ്റ് വേർഡ് to x dash than any other word in C. സിയിലുള്ള മറ്റ് വേർഡുകളെക്കാളെല്ലാം അടുത്ത് എക്സ് ഡാഷ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ ദി നമ്പർ ഓഫ് ബിറ്റ് ചേഞ്ചസ് റിക്വയർഡ് ടു ഗെറ്റ് ഫ്രം എക്സ് ടു എക്സ് ഡാഷ് ഈസ് less than the number of bit changes required to get from any other word in C to x dash. അപ്പോൾ എക്സിന്ന് എക്സ് ഡാഷിലേക്ക് എത്തിച്ചേരാനുള്ള നമ്പർ ഓഫ് ബിറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് സിയിലെ മറ്റേതൊരു വേർഡിൽ നിന്ന് എക്സ് ഡാഷിലേക്ക് എത്തിച്ചേരാനുള്ള ബിറ്റ് ചേഞ്ചിനേക്കാളും കുറവായിരിക്കും. നേരത്തെ എഴുതിയ എക്സാമ്പിളായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ അവിടെ എച്ച് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3 ആയിരുന്നു. അപ്പോൾ അവിടെ അത് കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കെ ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ സോ മാക്സിമം നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ് ദാറ്റ് the code can correct not detect is k minus 1 by 2. So which is equal to 1. K is equal to. And the maximum number of errors the code can detect എന്ന് പറയുന്നത് k minus 1 ആയിരിക്കും. h of x y greater than k ആണെങ്കിൽ maximum number of errors that can be detect എന്ന് പറയുന്നത് k minus 1 ആയിരിക്കും. And here k minus 1 is equal to 3 minus 1 which is equal to 2 ആയിരിക്കും. h of x y 3 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറക്ഷനും 2 എറർ ഡിറ്റക്ഷൻ നടക്കും. എച്ച് ഓഫ് എക്സ് വൈ 5 ആണെങ്കിൽ 2 കറക്ഷനും 4 എറർ ഡിറ്റക്ഷനും നടക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് ഇതിൻ്റെ പ്രോബ്ലം സൈഡിലേക്കുള്ള ആപ്ലിക്കേഷൻ. അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ ഇപ്രാവശ്യം. സിലബസിലെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിലെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.